ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്നും ഒരു ബേബി ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചോറ് കൊടുക്കുമല്ലോ, അരച്ചിട്ടാണ് നമ്മളെല്ലാവരും നോർമലി കൊടുക്കാറ്. അപ്പോൾ അരച്ചിട്ടോ ഇങ്ങനെ ഞെക്കിയിട്ടോ കൊടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് ഇങ്ങനെ കൊടുക്കുകയാണെന്നല്ലോ അവർക്ക് ഒരു വെയിറ്റ് ഗെയിനും ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല അവർക്ക് ഹെൽത്തി ഒരു ഫുഡും ആയിരിക്കും ഇത്, അവരുടെ ബോഡിക്ക് നല്ലതുമാണ് കേട്ടോ. അപ്പം ഈ കഞ്ഞി കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോറിന് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഒരു കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, എളുപ്പം അതാണ് കേട്ടോ. കുക്കറിനകത്തോട്ട് നമ്മൾ കുറച്ച് നെയ്യ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഡ്രോപ്സ് മാത്രമേ നമുക്ക് നെയ്യിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ പ്യുവർ ആയിട്ടുള്ള നെയ്യ് ആഡ് ചെയ്യാനും ശ്രമിക്കാം. നെയ്യ് എടുക്കുക, നെയ്ക്കകത്തോട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ട്, കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ട് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് നമ്മളത് ആ നെയ്യിലിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. മനസ്സിലായോ? അതായത് ചെറിയ കഷ്ണങ്ങൾ മതി. പിന്നെ ഇത് ഇപ്പം ഇത്രയും ക്യാരറ്റ് ഞാൻ 2 നേരത്തേക്ക് വേണ്ടിയിട്ട് ജോഡിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. ഒരു നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ചേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശപ്പിനനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും മാത്രം നമ്മൾ അളവുകൾ എടുക്കുക കേട്ടോ. then അതിനകത്തോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരിയും അതുപോലെ ചെറുപയറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറുപയർ ചേർക്കുമ്പോൾ മുളപ്പിച്ച ചെറുപയറാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ നോർമലി മുളപ്പിച്ച ചെറുപയറാണ് ചേർക്കാറ്, പക്ഷേ എനിക്ക് തലേന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ചെറുപയർ ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് നമ്മൾ ഒഴിച്ചിരിക്കുക. ഓരോ കുക്കറിൻ്റെ, നമ്മുടെ വീട്ടിലെ കുക്കറിൻ്റെയൊക്കെ വെള്ളം നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് കറക്റ്റ് വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. അതിനകത്തൊരു എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ഗാർലിക്കാണ്, നമ്മുടെ വെളുത്തുള്ളി. കാരണം ഇത് ചെറുപയറൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും, ഇനി ഈവൻ കുഞ്ഞുങ്ങളുടെ സ്റ്റൊമക്കിൽ ഓൾറെഡി ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ വെളുത്തുള്ളി അവരുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനി കുക്കർ അടച്ച് ഒരു 2-3-4 വിസിൽ അങ്ങ് പോയിക്കോട്ടെ, നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ് ഇത്. കണ്ടോ നിങ്ങൾ, സംഭവങ്ങളെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ട് ഒരു 3-4 വിസിലങ്ങ് പൊയ്ക്കോട്ടെ കേട്ടോ. നല്ല മാക്സിമം വെന്തോട്ടെ, അതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അത് നമ്മൾ കുഞ്ഞാവയ്ക്ക് കൊടുക്കേണ്ടതുകൊണ്ട് ഞാനൊരു മാഷർ ഉപയോഗിച്ചിട്ട് അതൊന്നും കൂടെ മാഷ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ചോറ് ആ ഒരു പരുവത്തിൽ കടന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പം തൊണ്ടയിലൊക്കെ കൊടുങ്ങും. അപ്പം കുറച്ചും കൂടെ നന്നായിട്ട് കുഞ്ഞുങ്ങളുടെ കഴിക്കാൻ പാകത്തിനുള്ള ഒരു രീതിയിൽ നമ്മൾ മാഷ് ചെയ്തെടുക്കുക. ജോഡിക്ക് ഈ ഒരു പരുവം ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ ഞാനിത് ആക്കിയെടുത്തിരിക്കുന്നത്. ഇതിലും സോഫ്റ്റായിട്ട് വേണം എന്നുണ്ടെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ചോറ് കഞ്ഞി റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് എല്ലാവരും പറയുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.